ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് ഈ പ്രൊമോഷന് വരാനുള്ള ഒരു കാരണം എന്താണ്? ഇത് പ്രൊമോഷണൽ ടിപ്സ് ആയിട്ടാണ്. അതായത് ഇത് ഔട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ ഡെയിലി ഒരു സെന്റിമെന്റൽ വർക്ക്ഔട്ട് അങ്ങനെയാ. ഒരു കാര്യം ചെയ്യും എന്റെ മോനെ, നീ ഒരു കാര്യം ചെയ്യും. എന്റെ എക്സ്റേ ഓൾറെഡി ഞാൻ എടുത്തോണ്ടില്ല. നേരെ പിച്ചാത്തി വെട്ടുകത്തി ഉണ്ടെങ്കിൽ ഇതൊന്ന് അറുത്ത് വെട്ടി മുറിച്ചിട്ട് എന്റെ കാലിന്റെ വീഡിയോ എടുക്കുക. ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റിനെ ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ അടിച്ചു. അവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ പീഡിപ്പിച്ചേന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. ശരിയല്ലേ? പക്ഷെ ഞാൻ സ്നേഹത്തിലുള്ള കമ്പനിയിലുള്ള ആളാണെങ്കിൽ ഞാനൊന്ന് തട്ടിയാലും ഇവിടെ തട്ടാൻ പറ്റില്ല. ഇവിടെ തട്ടിയാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പോകണ്ട. പ്രസ് മീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4 മണിക്കാണ്. ഇപ്പൊ ഏകദേശം 5:30. പക്ഷെ ഇതിൽ പ്രധാന താരം ജിൻഡോ വന്നിട്ടില്ല. അത് സെറ്റിൽ അങ്ങനെ ആയിരുന്നതാണ് ചോദ്യം. ഞാൻ നേരത്തെ മോനോട് പറഞ്ഞില്ലേ, ഞാനാണ് പറയേണ്ടത്, വേറെ വല്ലവരാണ് പറഞ്ഞത്. അത് കൈമാറട്ടെ, ഞാൻ പ്രൊഡ്യൂസറിന് കൈമാറാം. ഇതായിരിക്കും നല്ലത്. എന്ത് പറയുന്നു? അടി ഞാൻ വാങ്ങിച്ചു. അപ്പൊ ഇവർക്ക് വേണ്ടി ഞാൻ പറയാം. ഇവര് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഒടിഞ്ഞ കാലും കൊണ്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത്രയും നേരത്തെ എത്തിയ ഏത്തേട്ട ഇവിടെ വരെ എത്തിയില്ലേ? ഇത് ചോദിച്ചൂടെ? അടിയുടെ മക്കളെ കാര്യം തലേ ദിവസം വന്നു. ഞങ്ങോട്ട് പണി അതിനെന്താ പ്രശ്നം? എന്താ അതെ, സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഞാനാണ്. ജിൻഡോ അല്ലല്ലോ. ജിൻഡോ തിയേറ്ററിൽ സിനിമ എത്തിക്കുന്നത് ആരാണ്? പ്രൊഡ്യൂസറും ഡയറക്ടറും ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് കൂടിയിട്ടല്ലേ. ഒരു ആർട്ടിസ്റ്റ്, ഇപ്പൊ ഇതിനകത്ത് 2 ആർട്ടിസ്റ്റ് മരിച്ചുപോയി. അതേക്കുറിച്ച് ആരും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ജിൻഡോ വന്നല്ലോ. അതാണ്, വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെ? വന്നില്ല എന്ന് പറഞ്ഞേനെ. പക്ഷെ ഞങ്ങൾ ജിൻഡോയെ കൊണ്ടുവന്നു. ജിൻഡോയും കൂടെയുള്ള അഭിനയം യഥാർത്ഥത്തിൽ ജിൻഡോയുടെ ആറാട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തകർത്താടുന്നു എന്ന് പറയില്ലേ, ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു എന്ന്. അങ്ങനെയല്ലേ പറഞ്ഞേ? എന്തെങ്കിലും ഞാൻ കുറച്ച് പറഞ്ഞു എന്ന് പറഞ്ഞില്ല. അത്ര ബിഗ് ബോസിന് ശേഷം എങ്ങനെയാന്ന് ചോദിച്ചാൽ പറഞ്ഞു, അദ്ദേഹം വിന്നറായി കഴിയുമ്പോൾ ഒരു ഇമേജ് ഉണ്ടാകും. ആ ഇമേജ് കോൺഷ്യസ് എന്ന് പറയുന്ന സാധനത്തിൽ പലപ്പോഴും ചില കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇതാണ് ഇതിനെ കുറിച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അത് തെറ്റല്ലല്ലോ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ആള് ശരിയില്ലാത്ത അർത്ഥല്ലേ? അയ്യോ, അത് കുറച്ച് കൂട്ടി, ആളിന്റെ ലെവൽ കൂടി എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ? എന്തായാലും പൊളിച്ചിട്ടുണ്ട്. ലുക്ക് കാണുമ്പോ ഒരു വില്ലൻ ലുക്ക് വരുന്നുണ്ട്. അതിനകത്ത് യഥാർത്ഥ വില്ലൻ ആര് എന്നുള്ളത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. സെൻട്രൽ അല്ലെങ്കിൽ നായകന്മാർ ആരൊക്കെയാണ് അതെല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെടും. വില്ലനെന്ന് തോന്നിപ്പിക്കുന്ന ലുക്കിനകത്ത് ഉള്ള ആള് പാവമാണോ, നിരപരാധിയാണോ, അതോ വേറൊരാളാണോ യഥാർത്ഥത്തിൽ ക്രൈം ചെയ്തിരിക്കുന്നത്? അതാണ് ഒരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സസ്പെൻസ് അങ്ങ് പോകും. അപ്പം ചിലപ്പോൾ നമ്മൾ ക്രൂരൻ എന്ന് കാണുന്ന ആളായിരിക്കണമെന്നില്ല യഥാർത്ഥ ക്രൂരൻ, അല്ലെ? നമ്മൾ ഇപ്പോഴത്തെ ബിഗ് ബോസ് നോക്കിയാൽ നെവിൻ എന്ന് പറയുന്ന പയ്യനെ നമ്മൾ ആദ്യം, എന്നെ സംബന്ധിച്ച് ഞാൻ കണക്ട് ചെയ്ത് തന്നെ പറയാം, കണക്ട് ചെയ്ത് എനിക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോഴത്തെ സീസൺ 7 നെവിനെ എനിക്ക് ആദ്യം ഇഷ്ടമില്ല. ഇതെന്തോന്ന് ചാട്ടം ബഹളം എന്നുള്ളത്. ഇപ്പൊ ഞാൻ നെവിന്റെ ഭയങ്കര ഫാനായിട്ട് നെവിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാന്ന് ആലോചിച്ച് ഒറ്റയാൾ പട്ടാളം പോലെ ഞാൻ നെവിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പം ഒരാളിന്റെ ലുക്കിലല്ല, അദ്ദേഹത്തിന്റെ പെർഫോമൻസിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാർക്ക് ഇടേണ്ടത്. അതിൽ ആ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വില്ലനാണോ അതോ നായകനാണോ, ആരാണ് അതിലെ വില്ലൻ എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുന്നതാണ് ഏറെ നല്ലത്. ഇതങ്ങ് പറഞ്ഞു പോയാൽ അതിന്റെ 3-4 സസ്പെൻസുകളിൽ ഒരെണ്ണം വെളിയിലായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഈ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് ഈ പ്രൊമോഷന് വരാനുള്ള ഒരു കാരണം എന്താണ്? ഇത് പ്രൊമോഷണൽ ടിപ്സ് ആയിട്ടാണ്. അതായത് ഇത് ഔട്ട് ചെയ്യുമ്പോൾ പ്രേക്ഷകരുടെ ഡെയിലി ഒരു സെന്റിമെന്റൽ വർക്ക്ഔട്ട് അങ്ങനെയാ. ഒരു കാര്യം ചെയ്യും എന്റെ മോനെ, നീ ഒരു കാര്യം ചെയ്യും. എന്റെ എക്സ്റേ ഓൾറെഡി ഞാൻ എടുത്തോണ്ടില്ല. നേരെ പിച്ചാത്തി വെട്ടുകത്തി ഉണ്ടെങ്കിൽ ഇതൊന്ന് അറുത്ത് വെട്ടി മുറിച്ചിട്ട് എന്റെ കാലിന്റെ വീഡിയോ എടുക്കുക. ഇത് ശരിയാണെങ്കിൽ മാത്രം. ഇപ്പോഴത്തെ ചില താരങ്ങൾ കാണിച്ചു ബിഗ് ബോസിലുള്ള നിങ്ങളുടെ ചില ആർട്ടിസ്റ്റുകൾ കാണിക്കുന്ന പോലെയുള്ള ഉഡായിപ്പല്ല ഈ സാധനം. ഇതെന്ന് പറയുന്ന ഒറിജിനൽ ആണെന്ന് ഞാൻ നിങ്ങളെല്ലാം കണ്ടു കാണും. നമ്മുടെ ജോമോൻ ജോഷിയും ദാസേട്ടൻ കോഴിക്കോടും കൂടെ കുറച്ച് നാളിന് മുമ്പ് എന്നെ ചുമന്നുകൊണ്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? കണ്ടില്ലേ? സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ലേ?
ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടു ഇങ്ങനെ തോന്നുന്നത്. അത് തൃശ്ശൂർ ആ ഷൂട്ട് നടന്ന സമയത്താണ്. ഇത് ഉണ്ടായ സമയത്തും വരാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേകതയുണ്ട്. അതെനിക്ക് അഭിമാനത്തോടെ പറയാം. ഞാൻ നല്ല നന്ദിയുള്ള ജർമ്മൻ ഷെപ്പേർഡ് അല്ലെങ്കിൽ അൽസേഷ്യൻ പട്ടിയെ പോലെയുള്ള ഒരു നല്ല പട്ടി എന്ന് പറയുന്ന ആളാണ്. ഞാൻ എപ്പോഴും എന്നെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഖുർആൻ ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങൾ പറയുന്നു ജനങ്ങളിൽ അധികം പേർക്ക് നന്ദിയില്ല എന്ന്. പക്ഷെ എനിക്ക് നന്ദി കുറച്ച് കൂടുതലാണ്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ചെയ്ത ആദ്യത്തെ പടമാണ് സ്വപ്നസുന്ദരി എന്ന് പറയുന്ന പടം. 2, എൻ്റെ ഇനിയുള്ള ചോറ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയിലാണ്. ഞാൻ ഒടിഞ്ഞു കിടന്നത് കഴിഞ്ഞ മാസം 12-ാം തീയതി തൃശ്ശൂർ ഷൂട്ടിങ്ങിൽ വെച്ച് എനിക്ക് പറ്റിയ ആക്സിഡന്റ് സോഷ്യൽ മീഡിയയിലുള്ള പലരും അറിഞ്ഞതാണ്. എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ കിടന്നാൽ മതി, ഒരാഴ്ച കൂടെ ഉണ്ട്, 60 ദിവസം 2 മാസമാണ് റെസ്റ്റ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഇന്ന് എത്ര 48-50 ദിവസമോ, അടുത്ത ആഴ്ചയാവുമ്പോൾ പ്ലാസ്റ്റർ എടുക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് ഈ സിനിമ കഴിഞ്ഞു പോകും. അപ്പം എനിക്ക് ഒരു വിധമെങ്കിലും ഇവിടം വരെ എത്താൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച പറ്റിയില്ല. ഷെജിൻ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പം ഞാൻ വീഡിയോ കോളിലൂടെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് ഒരു 45 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ കാലൊന്ന് അമർത്താവൂ എന്ന് വെച്ചു. അപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് വണ്ടി വിട്ട്, ഇന്നലെ ഇവിടെ നിന്ന് വണ്ടി വിട്ട്, ഇന്ന് ആദ്യം പറഞ്ഞത് ഇന്ന് രാവിലെ കാറ് ട്രിവാൻഡ്രത്തേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് ഇന്നോവ അവിടെ വിട്ടിട്ട് അവിടെ നിന്ന് എന്നെ എടുത്ത് കൊണ്ടുപോയി. പക്ഷെ ഇവിടെ ഇന്ന് രാവിലെ വരുമ്പോൾ ഈ റോഡ് കാരണം, ബ്ലോക്ക് കാരണം നിങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നലെ തന്നെ രാത്രി വന്ന് YMCAയിൽ റൂം എടുത്ത് അവിടെ കിടന്നിട്ട് ഇന്ന് ഈ നിങ്ങളുടെ പരിപാടി അല്ലെങ്കിൽ ഈ പ്രൊമോഷന് വേണ്ടി നമ്മുടെ ഇതിലേക്ക് വന്നപ്പോൾ എൻ്റെ ആത്മാർത്ഥയെ നീ വെറും പുറം കാല് കൊണ്ട് ചവിട്ടി തേച്ച് കളഞ്ഞല്ലടാ മോനെ. ഒന്ന് ആലോചിച്ച് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥയോടെ പെരുമാറുന്ന പലർക്കും പലപ്പോഴും വിലയില്ലാതെ അവർ അഭിനയമാണോ എന്നൊരു ചോദ്യമാണ്. അഭിനയമാണോ എന്നുള്ള ചോദ്യമാണ് ചിലർ ചോദിക്കാൻ സാധ്യതയുള്ളത്. നീ അത് ചോദിച്ചത് കൊണ്ട് ഐ ലവ് യുടാ, സത്യമാണ്. നീ അത് പറയും. അതങ്ങനെ ഇവിടെ സാത്താന്റെ സന്തതികൾ കുറെ എണ്ണം എല്ലായിടത്തും ഉണ്ട്. ദൈവത്തിന്റെ സന്തതികളും ഉണ്ട്, സാത്താന്റെ സന്തതികളും ഉണ്ട്. അതുകൊണ്ട് നല്ലത് ചെയ്താൽ കുറ്റം പറയുന്നവരും ഉണ്ട്, മോശം ചെയ്താൽ നല്ലത് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ. 5 വിരലും 5 പോലെയല്ലേ. പക്ഷെ ഇത് സത്യമാണ്. പിന്നെ രജിത്തേട്ടനെ സംബന്ധിച്ച് കഴിഞ്ഞ 18 വർഷം കൊണ്ട് കൃത്യം ഇപ്പം ബിഗ് ബോസിന്റെ ഓരോന്ന് പറയുന്നുള്ള ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് പ്രൊമോഷൻ അന്ന് സീസൺ 2 നടത്തിയിട്ടുണ്ടായിരുന്നു. ചുമ്മാ ഓരോ ഗുണ്ട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഉണ്ട് എന്താ പ്രൊമോഷൻ പോലും അറിഞ്ഞുകൂടാത്ത കാലത്താണ്. നമ്മളോട് വിരോധമുള്ളവർക്ക് നമ്മൾ അത് തന്നെ. ഇത് ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ലൈഫ് പോലെയുള്ള സംഭവമാണ്. ഈ സിനിമയിൽ അസൂയുള്ളവർക്ക്, സ്വപ്നസുന്ദരി സിനിമയിൽ അസൂയുള്ളവർക്ക് അതിനകത്ത് തെറ്റും കുറ്റവും കണ്ടുപിടിക്കും. ഇപ്പൊ സീസൺ 2 നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ സീസൺ 2 നമ്മൾ കണ്ടാണ് നമ്മുടെ അനിമോള് കിടന്നപ്പം നെവിൻ ഒരല്പം വെള്ളം സ്പ്രേ ചെയ്തു. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞ എന്താ, ഞാനും ഇതുപോലെ പലരുടെയും സ്പ്രേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്കൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് സ്പ്രേ ചെയ്തു. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവർ എന്തെങ്കിലും ചെയ്താൽ നമുക്കൊരു കുഴപ്പം. ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റിനെ ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ അടിച്ചു, അവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ പീഡിപ്പിച്ചേന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്, ശരിയല്ലേ? പക്ഷെ ഞാൻ സ്നേഹത്തിലുള്ള കമ്പനിയിലുള്ള ആളാണെങ്കിൽ ഞാനൊന്ന് തട്ടിയാലും ഇവിടെ അല്ല, ഇവിടെ തട്ടാൻ പറ്റില്ല. ഇവിടെ തട്ടിയാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പോകണ്ട. അപ്പൊ ഞാൻ ഈ ഒരു തട്ടുമ്പോൾ ഇത് ഡിപ്പെൻസ് ഓൺ എന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇഷ്ടമുള്ളവർ ചെയ്താൽ കുഴപ്പമില്ല, ഇഷ്ടമല്ലാത്ത ആളാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വമ്പൻ പ്രശ്നങ്ങളാക്കി മാറ്റി. അത് എല്ലാ സീസണിലും ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സത്യസന്ധമായി കഴിഞ്ഞ 18 വർഷം കൊണ്ട് വേദം പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മാർഗത്തിലാണ് നടക്കുന്നത്. അന്യർക്ക് ദോഷം ഉണ്ടാകുന്നതും മറ്റുള്ളവരെ പറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു കള്ളത്തരവും ചതിയും ചെയ്യാറില്ല. കാരണം എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടാണ്. നാളെ ഞാൻ കാണിച്ചതും പറഞ്ഞതും തെറ്റാണെന്ന് നിങ്ങളിൽ ഒരാളെങ്കിലും, നിങ്ങൾ സോഷ്യൽ മീഡിയയാണ്, നിങ്ങൾ എവിടെയും കൊണ്ടുപോയി ക്യാമറ വെച്ച് കാണും, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതോടെ എൻ്റെ വില പോയി, എൻ്റെ അഡ്രസ്സ് പോയി, എന്നെ വിശ്വാസമില്ല. പക്ഷെ ഇന്ന് ലക്ഷക്കണക്കിന് പല രാജ്യങ്ങളിലെ മലയാളി സഹോദരങ്ങൾ, UAE, GCC, US, നമ്മുടെ എല്ലാ രാജ്യങ്ങളിലുള്ള മലയാളി പ്രവാസികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർക്ക് ഞാൻ പറയുന്ന വാക്ക് ശരിയാണെന്ന് വിശ്വാസമുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. ഞാൻ ഇതുവരെയും വീഡിയോ പ്രൊമോഷൻ ബിഗ് ബോസിനെ ബേസ് ചെയ്ത് എൻ്റെ ഫേസ്ബുക്കിലൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ 3 ആഴ്ച കൊണ്ട് ഞാൻ ഇടാൻ തുടങ്ങിയപ്പോൾ ആദ്യം തെറിവിളി കൂടുതലായിരുന്നെങ്കിൽ, ലൈക്ക് കുറവായിരുന്നെങ്കിൽ, ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം വളരെയധികം കൂടി. അതുപോലെയാണ് ഈ സ്വപ്നസുന്ദരി സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ കുറ്റം പറയും കുറെ പേര് വന്നിട്ട്, അതിനകത്ത് അങ്ങനെയാണ്, അതിനകത്ത് വലിയ പൈസ ഇല്ല, അതിനകത്ത് ചെറിയ ആർട്ടിസ്റ്റുകളാണ്, അതിനകത്ത് വലിയ ചിക്കൻ ബിരിയാണിയോ അങ്ങനെയുള്ള സംഗതി, അല്ലെങ്കിൽ ഫ്രൈം, അങ്ങനെ കുറ്റം പറയാൻ എല്ലാവരും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു സിനിമയായി ഇറക്കി അത് നിങ്ങളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവരെല്ലാം പ്രവർത്തിച്ച കഷ്ടപ്പാട് എത്രയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വിലമതിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ പ്രവർത്തിക്കുന്നതും ഇന്ന് ഈ നിമിഷം വരെ സത്യമാണ്. പ്രസ് മീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4 മണിക്കാണ്, ഇപ്പൊ ഏകദേശം 5:30 പക്ഷെ ഇതിൽ പ്രധാന താരം ജിൻഡോ വന്നിട്ടില്ല. അത് സെറ്റിൽ അങ്ങനെ ആയിരുന്നതാണ് ചോദ്യം.
ആ ഞാൻ നേരത്തെ മോനോട് പറഞ്ഞില്ലേ, ഞാനാണ് പറയേണ്ടത് വേറെ വല്ലവരാണ് പറഞ്ഞത്. അത് കൈമാറട്ടെ, ഞാൻ പ്രൊഡ്യൂസറിന് കൈമാറാം, ഇതായിരിക്കും നല്ലത്. എന്ത് പറയുന്നു? വേണ്ട, അടി ഞാൻ വാങ്ങിച്ചു. ജിൻഡോയെ കുറിച്ച് എന്താ അറിയേണ്ടത്? അല്ല, ഇപ്പൊ ഓൾറെഡി 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. ജിൻഡോയെ കുറിച്ച് ചോദിക്കുമ്പോൾ മോൻ എന്താ ഇങ്ങനെ കരഞ്ഞു ചോദിക്കുന്നത്? സ്റ്റേണായിട്ട് ചോദിച്ചൂടെ? വെള്ളം കുടിക്കണോ? വേണ്ടേ? അല്ല, ജിൻഡോയെ കുറിച്ച് ജിൻഡോ ഇടിക്കുന്നു വെച്ചിട്ടാണോ? ജിൻഡോയ്ക്ക് ജിം ഉണ്ടെന്ന് വെച്ചിട്ടാണോ? ആ, പിന്നെന്താ പ്രശ്നം? ജിൻഡോ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടാ വന്നത്. ജിൻഡോ 1.5 മണിക്കൂർ ലേറ്റ് ആയെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. നമ്മുടെ റോഡിൽ കൂടി ജിൻഡോയ്ക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല, അതായിരിക്കാം കാരണം. ജിൻഡോ മേക്കപ്പ് ചെയ്യായിരിക്കാം. ഇവർക്ക് വേണ്ടി ഞാൻ പറയാം. ഇവര് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മുടിഞ്ഞ കാലും കൊണ്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത്രയും നേരത്തെ എത്തിയ ഏത്തേട്ട ഇവിടെ വരെ എത്തിയില്ലേ? ഇത് ചോദിച്ചൂടെ? അടിയുടെ മക്കളെ കൈ തലേ ദിവസം വന്നു ഞങ്ങോട്ട് പണി. അതിനെന്താ പ്രശ്നം? എന്താ അതെ, സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഞാനാണ്, ജിൻഡോ അല്ലല്ലോ. അല്ലല്ലോ, ജിൻഡോ തിയേറ്ററിൽ സിനിമ എത്തിക്കുന്നത് ആരാണ്? പ്രൊഡ്യൂസറും ഡയറക്ടറും ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് കൂടിയിട്ടല്ലേ. ഒരു ആർട്ടിസ്റ്റ്, ഇപ്പൊ ഇതിനകത്ത് 2 ആർട്ടിസ്റ്റ് മരിച്ചുപോയി, അതേക്കുറിച്ച് ആരും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആരും ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ ഈ സിനിമ അല്ല, ഒരു മിനിറ്റ്, ഞങ്ങളുടെ ഡയറക്ടർ അത് പറയേണ്ടതായിരുന്നു, സാർ അത് പറഞ്ഞില്ല. 2 ആർട്ടിസ്റ്റുകൾ ഇന്ന് നമ്മെ വിട പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സിനിമയില്. അത് 2 പേരും ഇതിനകത്ത് പാർട്ടിസിലുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവർ 2 പേരും ഇല്ല. അപ്പൊ നമുക്കൊരാളില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ് ഞാൻ താമസിച്ചേ വന്നെങ്കിലും ഒരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ 4 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4:15, 4:30 അപ്പൊ തുടങ്ങിക്കോളുക, അത്രേ ഉള്ളൂ. ജിൻഡോ വന്നാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ഇല്ലേ നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്ക് വേണ്ടിയിട്ടും ഒരു സൂര്യൻ രാവിലെ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ഞാനോ നിവിനോ രാവിലെ എണീറ്റ് സൂര്യൻ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സൂര്യൻ അതിന്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തിലേക്ക് കടക്കും, ഞാൻ എന്റെ ജോലിയിലേക്ക് കിടക്കും. പോരെ? ജിൻഡോ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ഇവിടെ ഞങ്ങൾ ഇരിപ്പുണ്ട്, ഉറപ്പായി തരും. പക്ഷെ മോൻ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ ഇത്രയും നേരം 3 മണി തൊട്ട് അല്ലെങ്കിൽ 4 മണിക്ക് പ്രസ് മീറ്റ് പറഞ്ഞു. ഈ 4 മണി തൊട്ട് സ്വപ്നസുന്ദരിയുടെ പ്രൊമോഷൻ വർക്കിനായിട്ട് നിങ്ങളെല്ലാം ഇരിക്കുന്നു. അദ്ദേഹം ഇതുവരെയ്ക്കും എത്തിച്ചേർന്നിട്ടില്ല. അപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ഒരല്പം ആലോചിച്ച് നോക്കൂ. ഞാൻ കുറച്ച് നേരത്തെ ഇത് ഉൾക്കൊണ്ട് തന്നെയാണ് ഒരു ആൻസർ നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ബിഗ് ബോസിന് മുമ്പുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള തലത്തിൽ ഞാൻ പറഞ്ഞു, ബിഗ് ബോസിന് ശേഷമുള്ള ആർട്ടിസ്റ്റ് എന്നും ഞാൻ കുറച്ചു മുമ്പ് കാര്യം പറഞ്ഞതിൽ ഈ ഉത്തരം അതിനകത്ത് കിടപ്പുണ്ട്. മനസ്സിലായി കാണുമല്ലോ? മനസ്സിലായില്ലേ? ഞാൻ തന്നു കഴിഞ്ഞു. ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു, അടിച്ചു പൊളി. ഞാൻ 6 അടിയെ ആ ഒരു ആൻസർ പറഞ്ഞില്ലേ, ആ ആൻസറിനകത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റിക് ടാലന്റ് എത്രയാണെന്നും അതെല്ലാം സംഭവം. അത് ബിഗ് ബോസിന് മുമ്പായിരുന്നു. ബിഗ് ബോസിന് ശേഷം എന്ന് പറയുന്നത് അദ്ദേഹം ബിഗ് ബോസ് വിന്നറാണ്. ഞാനൊക്കെ ബിഗ് ബോസിൽ നിന്ന് തോറ്റ് വെളിയിലിറങ്ങിയ പാവങ്ങളാണ്. അപ്പൊ വിജയിച്ചവരെ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു റെസ്പെക്റ്റിലും കുറച്ചുകൂടെ ഒരു നമ്മുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അദ്ദേഹം ചിലപ്പോൾ വരുന്ന വഴിയിൽ വണ്ടി ബ്ലോക്ക് ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്കിത് മുമ്പോട്ട് പോവാം. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ആ ആർട്ടിസ്റ്റ് എത്തുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അദ്ദേഹം തരും. അല്ല, അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മന്ത്രി ഉദ്ഘാടനത്തിന് വരുമെന്ന് പറയുന്ന സമയത്ത് ചില സമയം മന്ത്രി എപ്പോ വരുമെന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി ഉത്കണ്ഠപ്പെടാറുണ്ടോ? മന്ത്രി വരുമ്പോ വരും, വന്നില്ലെങ്കിൽ വരൂല. എന്നാലും പരിപാടി അവിടെ നടക്കൂലേ? ഒരാളല്ല അവസാനം. എനിക്ക് ശേഷം പ്രളയമല്ല, എനിക്ക് ശേഷം എന്നെക്കാൾ മിടുക്കരായിട്ടുള്ള പാർട്ടികൾ വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ക്ലിയർ അല്ലേ? എന്നെ ജിൻഡോയും കൂടെ അടി പിടിപ്പിക്കാൻ വേണ്ടി എന്റെ മോനെ, നീ പഠിച്ച സ്കൂളിലല്ല ഞാൻ ആണ്. പക്ഷെ ഞാൻ അല്ലല്ലേ, മോൻ ICC അല്ലേ പഠിച്ചത്? സ്വപ്നസുന്ദരൻ ഇവിടെ 5 പയ്യന്മാര്, 5 ചെറുപ്പക്കാർ, നല്ല യുവ കോമണന്മാരെന്നും ഇരിക്കുന്നുണ്ടോ? നല്ല ലുക്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടോ? ഇതാണ്. ഇതിനകത്ത് ഒരു ത്രെഡ് പറഞ്ഞേക്കാം, വേറെ ഒന്നുമല്ല. മിസ്ഡ് കോളിന്റെ പുറകെയുള്ള യാത്രയാണ്. ഒരു സുന്ദരിയുടെ ഒരു കോള് വരുന്നു. ആ കോള് ഒരു ഇടുക്കി ആ ഏരിയകളിൽ നിന്നുള്ള ഒരു സുന്ദരിയുടെ, ഈ 5 സുന്ദരിമാരിൽ ഒരാളിന്റെ ഒരു മിസ്ഡ് കോള് ടൗണിൽ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു സുന്ദരന്റെ ഫോണിലേക്ക് വരുന്നു. ഈ ഫോണിൽ നിരന്തരം അദ്ദേഹം സംസാരിക്കുന്നു. പക്ഷെ ആളിനെ കാണാൻ പറ്റുന്നില്ല. ഈ ആളിനെ അന്വേഷിച്ചുള്ള ഒരു സുന്ദരന്റെ, ആ സുന്ദരന്റെ യാത്രയാണ്. ഈ സുന്ദരിയിൽ എത്തിച്ചേരുമോ അതോ വേറെ സുന്ദരികളിലാണോ എത്തിച്ചേരുന്നത്?
അതോ അദ്ദേഹത്തിന് പണി കിട്ടുമോ? ഇതാണ് ഇതിനകത്തൊരു മെയിൻ ത്രെഡ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇതിലൊക്കെ എന്തും വെളി പറഞ്ഞാലും ഇപ്പം സുന്ദരന്മാരുണ്ട്, ഏത് സുന്ദരനാണ് തേപ്പ് കിട്ടുന്നത് എന്നുള്ളതെല്ലാം സിനിമയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റും, അതിന് യാതൊരു സംശയമില്ല. അതേപോലെ മുമ്പ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്, അതിപ്പം സിനിമകളില് കഥകളാണ് പ്രധാന, സ്ക്രിപ്റ്റുകളാണ് എന്റെ സോൾ എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ ഇപ്പോൾ നടക്കുന്ന കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഓൺ ദി വേ ആണ്. ഇപ്പം സിനിമകളില് കഥയാണ് പ്രധാനം, പ്രേക്ഷകർ കഥകൾ കാണാനായിട്ടാണ് തിയേറ്ററിൽ വരുന്നത്. അപ്പം ഒരു 150 രൂപ കൊടുത്ത് തിയേറ്ററിൽ കിടന്ന പ്രേക്ഷകനെ കാണുന്ന സിനിമ എന്റർടൈനിങ് ആയിരിക്കണം. എന്റർടൈൻ ആണ്, അതാണ് പറയുന്നത്, മേക്കിങ്ങിലാണ്. അതെ, നല്ല കഥ, നല്ല സ്ക്രിപ്റ്റ്, പക്ഷെ മേക്കിംഗ് ബോറായി പോയാൽ തീർന്നില്ലേ? അതെ അതെ. അപ്പൊ മേക്കിംഗ്, അതാ ഞാൻ പലവട്ടം പറഞ്ഞത്, സിനിമ മേക്കിംഗ് ആണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മൾ തുടരും എന്ന് പറയുന്ന ആ ഒരു സിനിമ നമ്മൾ കണ്ടു, അത് അദ്ദേഹത്തിന്റെ ആ ഒരു മേക്കിംഗ് ആണ്. പലതിന്റെയും മേക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസ് കണ്ടു, നമ്മൾ അവതാർ കണ്ടു അല്ലേ, അവതാർ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ജെയിംസ് ബോണ്ട് ഫിലിമുകൾ കാണുന്നു. എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിലിംസ് എന്ന് പറയുന്നത് 007 ഫിലിമാണ്, ജെയിംസ് ബോണ്ട് സിനിമയാണ് അല്ലേ. അതിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത് വർഷങ്ങളെടുത്താണ് അവർ ആ ചെയ്യുന്നത്, ആ സെറ്റ് ഇടുന്നതും ആ കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പൊ നമുക്ക് മേക്കിങ്ങിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, അതായത് ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിനിമകൾ നോക്കുമ്പോൾ താരങ്ങൾക്ക് പ്രാധാന്യം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? താരങ്ങളുടെ മാർക്കറ്റിംഗ് വെച്ചിട്ട് സിനിമകൾ പിടിക്കുന്നതായിട്ട് ഇല്ല. ഇപ്പൊ ഞാൻ കണ്ട, സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പൊ മുൻനിര സൂപ്പർ സ്റ്റാറുകളെ നമ്മൾ മാറ്റി നിർത്തുന്നു, അവർക്ക് ഇന്നും എന്നും ഡിമാൻഡാണ്. അതിന്റെ തൊട്ട് താഴോട്ടുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ സിനിമ എടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു നിബന്ധന വരുന്നില്ല. അതുകൊണ്ടാണ് പഴയ ആർട്ടിസ്റ്റുകളിൽ കുറെ പേർ നിങ്ങൾ കണ്ടു കാണും സീരിയൽ മേഖലകളിലേക്കും പോയി തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴത്തെ ചാനൽ സീരിയലുകളിൽ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റുകളിൽ പലരും അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പൊ സിനിമ എടുക്കാൻ അങ്ങനെ ഒരു പഴയ ആർട്ടിസ്റ്റുകളിൽ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളവർ ഇല്ലെങ്കിലും സിനിമ ഇറക്കണം എന്ന ആഗ്രഹത്തോടെ വരുന്ന പ്രൊഡ്യൂസർമാർ, ഡയറക്ടർമാർ. അതിലെ ഡയറക്ടർമാർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, മേക്കിങ്ങിലൂടെ പുതിയ വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ ന്യൂ കമേഴ്സിനെ, പുതുമുഖങ്ങളെ ഗംഭീരമായി പെർഫോം ചെയ്യിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഭയങ്കര എസെൻഷ്യാലിറ്റി ആണ് എന്ന് പറയാം. പക്ഷെ ഒരിക്കലും ലാലേട്ടന്റെ, മമ്മൂക്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള മുൻനിര സൂപ്പർ പരിവേഷമുള്ള ആ ആർട്ടിസ്റ്റുകളുടെ ഗ്യാപ്പ് നമുക്ക് ആർക്കും, ന്യൂ കമേഴ്സിന് ആർക്കും ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്തായാലും നാളെ സിനിമ ഇറങ്ങുകയാണ്. സിനിമ ഒരു വലിയ വിജയമായിട്ടാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒന്നും ചോദിക്കാനില്ലേ? മാത്രമേ ചോദിച്ചോളൂ. നാളെ നമ്മള് ഒരു സ്പെഷ്യൽ ഷോ വെച്ചിട്ടുണ്ട്. നമ്മുടെ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ വരണം. വനിതയിൽ വരണം. മീഡിയ പേഴ്സൺസിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്കാണ്. 10 മണിക്ക് വനിതയിൽ. 10 മണിക്ക്. ബാക്കി എല്ലാ തിയേറ്ററും നമ്മൾ 12 മണിക്ക് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് സിനിമ കാണാം. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് വീണ്ടും കണ്ടതിന്റെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരു അവസരമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എല്ലാവരും നാളെ വരണം. നിങ്ങൾ ഞാൻ ഇവിടെ തന്നെ താമസിക്കും. ആ ചോദിച്ച ചോദ്യത്തിന് പുറകിലൊരു വേറൊരു ഉദ്ദേശമുണ്ട്, അത് സാറിന് മനസ്സിലായില്ല ചിലർക്ക്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നാളെ ഈ സിനിമ കണ്ടിട്ട് സിനിമ കഴിഞ്ഞ് ഇവരെന്നെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കും. അതുകൊണ്ട് ഉറപ്പായും സിനിമയ്ക്ക് ഞാൻ എത്തും. സിനിമ കണ്ടു കഴിഞ്ഞും നിങ്ങൾക്ക് ചോദിക്കാം. കണ്ട, നിങ്ങളിപ്പോ ആകാംക്ഷയോടെ പലരും ചെല്ല് നോക്കുന്നത് അവിടെ ജിൻഡോ വരുന്നുണ്ടോ, ജിൻഡോ വരുന്നോ, അതാ കണ്ടോ. അപ്പൊ ആ ജിൻഡോയ്ക്ക് ആ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഞാനതൊക്കെ ഭയങ്കര ആസ്വദിക്കുന്ന ഒരാളാണ് തീർച്ചയായും. കണ്ടോ, ജിൻഡോ ആരാധ്യത കൈവീശിക്കൊണ്ട് ആയിരങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മുടെ സ്വന്തം ജിൻഡോ വരികയാണ്. അപ്പൊ അതിന്റെ റെസ്പെക്ട് ഞാൻ എന്തായാലും ആ റെസ്പെക്ട് ഒക്കെ കൊടുക്കുന്ന ആളാണ്. ജിൻഡോ ജിൻഡോ വന്നല്ലോ, അതാണ്. വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെ? വന്നില്ല എന്ന് പറഞ്ഞേനെ. പക്ഷെ ഞങ്ങൾ ജിൻഡോയെ കൊണ്ടുവന്നു, ജിൻഡോ വന്നു. എന്താണ് സിനിമയെ കുറിച്ച് അഭിപ്രായം? ജിൻഡോ സിനിമയിൽ 6 അടി കയറുന്നതാണ്.
ആറാടണോ? ആറാടുകയാണത്. ഇവര് ചോദിച്ച ചോദ്യം, ആ. ജിൻഡോ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സ്വപ്ന സുന്ദരിയിൽ എങ്ങനെയായിരുന്നു അഭിനയം, ജിൻഡോയുടെ അഭിനയത്തെ കുറിച്ച് പറയാം. ഞാൻ പറഞ്ഞു ബിഗ് ബോസിന് മുമ്പായതുകൊണ്ട് ആ അഭിനയം എന്ന് പറയുന്നത് റിയൽ ആയിരുന്നു. ഷിനു ശ്യാമളനും ജിൻഡോയും കൂടെയുള്ള അഭിനയം യഥാർത്ഥത്തിൽ ജിൻഡോയുടെ ആറാട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ തകർത്താടുന്നു എന്ന് പറയില്ലേ, ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു എന്ന്. അങ്ങനെയല്ലേ പറഞ്ഞ? എന്തെങ്കിലും ഞാൻ കുറച്ച് പറഞ്ഞു എന്ന് പറഞ്ഞില്ല, അത്ര. ബിഗ് ബോസിന് ശേഷം എങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു അദ്ദേഹം വിന്നറായി കഴിയുമ്പോൾ ഒരു ഇമേജ് ഉണ്ടാകും. ആ ഇമേജ് കോൺഷ്യസ് എന്ന് പറയുന്ന സാധനത്തിൽ പലപ്പോഴും ചില കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇതാണ് ഇതിനെ കുറിച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അത് തെറ്റല്ലല്ലോ. അപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ആള് ശരിയില്ലാന്ന് അർത്ഥല്ലേ? അയ്യോ, അത് കുറച്ച് കൂട്ടി, ലെവല് കൂടിയത്. ആളിന്റെ ലെവൽ കൂടി എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ? എന്തായാലും പൊളിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിലിപ്പ് സാറ്, പിന്നെ നമ്മുടെ ഈ സാറിന്, നിങ്ങളെല്ലാവരും കാരണം സത്യത്തിലേക്ക് അഭിനയിക്കാൻ അറിയാമല്ല. അപ്പൊ ഇവരൊക്കെ നമ്മളെ പിടിച്ച് അഭിനയിപ്പിച്ച് ചെയ്തൊരു പടമാണ്. കാരണം എന്നെ കൊണ്ട് പറ്റുമെന്ന് പോലും എനിക്ക് കരുതിയില്ല. പക്ഷെ എന്നാലും ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ലൊരു വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ ജിൻഡോ, ഞാൻ തന്നെ പറയാൻ ചോദിക്കാലോ. ജിൻഡോ അതിനകത്ത് ഫൈറ്റ് ഉണ്ടായിരുന്നു, തകർത്ത് ചെയ്തില്ലേ? ചെയ്തു. ഞങ്ങൾ ആസ്വദിച്ചു ഫൈറ്റ്. പിന്നെ നമുക്ക് നിന്റെ ഇടി വാങ്ങിച്ച ആൾക്കാരിവിടെ പറഞ്ഞു നല്ല സുന്ദര ഇടികളാണ് കിട്ടിയത്. തകർത്ത അതൊന്നുമല്ല സത്യം, എന്നെ അടുത്ത് അറിയായിരുന്നു. അത് കഴിഞ്ഞു സോങ് അടിപൊളിയായിട്ട് ആ ഡാൻസ്, ഷിനു ശ്യാമളനും നീ കൂടെ ഉള്ള ആ ഡാൻസ് തകർത്ത് ചെയ്തില്ലേ? ആ വാ വാ വാ. അങ്ങോട്ട് ആ ഡാൻസ് അല്ലയോ ബിഗ് ബോസിൽ പോയപ്പോ മറ്റേ ഡാൻസിനുള്ളവർ പ്രചോദനം. പിന്നെ സത്യം ഞാനൊരു കൊടുത്തോണ്ടാണ് ബിഗ് ബോസിൽ പോയിട്ട് ഒരു വലിയ ഡാൻസ് കളിച്ചു. അറിയാമല്ലോ, ആ ഡാൻസ് കൊണ്ട് ജിൻഡോ ലെവല് മാറിപ്പോയി. ആ അതന്നെ സത്യം. ആ ശേഷം എന്തായാലും നമ്മൾക്ക് എപ്പോഴും ഓരോരുത്തരും എന്ത് കാര്യം പറഞ്ഞു തരും. ജന്മന എല്ലാവർക്കും ഓരോ വാസന ഉണ്ടാവും അല്ലേ? എന്താ പറയാ, അത് എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല. വീണ്ടും വീണ്ടും പറയണോ? സന്തോഷം വരുമ്പോൾ തെളിച്ചാടാനും സങ്കടം വരുമ്പോൾ പൊട്ടിക്കറിയുവാനോ മുഖത്ത് സ്വേദവാദങ്ങൾ വരുത്താനുള്ള കഴിവ് മനുഷ്യന് ജന്മസിദ്ധമാണ് അല്ലേ? അപ്പൊ നമ്മൾ അഭിനയൊക്കെ തന്നെ അങ്ങ് വരും, എല്ലാവർക്കും വരും. അപ്പൊ അഭിനയിക്കുന്ന അതിലൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാവർക്കും ഉണ്ട് കഴിവ്, എല്ലാവർക്കും എല്ലാ ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. ഏത് ബുദ്ധി എടുത്ത് പ്രയോഗിക്കണമെന്ന് നമ്മൾ ആ സമയത്ത് തീരുമാനിച്ചാൽ മതി അല്ലേ? സാറ് എന്റെ അപ്പനാണ്. ആ അപ്പന്റെ മേളിൽ കൈവയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ സിനിമയിൽ കണ്ടാൽ മതി. അത് തന്നെ സത്യം. അതാ ഞാൻ പറഞ്ഞത് ആറാടുകയായിരുന്നു. അപ്പനെ ഞാൻ എറിയിലെത്തും. അങ്ങനെ സംഭവം നമ്മൾ ശരിക്കും പൊങ്ങയ്ക്ക് പിടിക്കുന്ന സീനൊക്കെ ഉണ്ടെന്നല്ലേ? അത് പുറത്ത് വിടാതാ. എന്താ കുഴപ്പം? ഇതെല്ലാം കാണുന്ന സിനിമ നാളെ കാണാനല്ലേ? രജിസ്റ്റാറിനെ അടിക്കണ്ടാണോ? ആര്? നീ ആ ചോദിച്ചതിന്റെ അർത്ഥം അപ്പനെ അടിക്കുന്ന മോനാണാടാ നീ എന്നല്ലേ എന്റെ അർത്ഥം? അത് കാണുമ്പോ നോക്കൂ. അപ്പനെ അടിക്കണ മോനാണോന്ന് വെച്ചാ അതൊരു ടിസ്റ്റ് ഉണ്ട്, ഞാൻ പറയുക. അതാണ് അപ്പുറത്തിന്റെ ഒരു ടിസ്റ്റ്. പിന്നെ എന്തായാലും അപ്പനും മോനും ഒട്ടും പുറകിലല്ലായിരുന്നു പല കാര്യങ്ങളിലും. അത് സിനിമയിൽ മനസ്സിലാവും. ആ നിങ്ങൾ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായില്ലേ? ആ പ്രണയം ഉണ്ടോന്ന്? ആ ഞാൻ പ്രേമിക്കണ പെണ്ണിൽ തന്നെ അപ്പനും പ്രേമിക്കണേ അല്ലേ? അങ്ങനല്ലേ? അപ്പം മഹാകോഴിയല്ലേ? അപ്പം കോഴിയാവുമ്പം മകൻ താറാവൂല്ലല്ലോ, കോഴി തന്നെയല്ലേ ആവണ്ടല്ലേ? എന്താന്നറിയില്ല, പെങ്ങളെ കെട്ടുന്ന അവസ്ഥയോ പോകും. അല്ല, ഇതെല്ലാം ആ ത്രെഡുകളിലൂടെ അതിൽ വരുന്ന റിവെഞ്ച് സാധനങ്ങൾ, അതിൻ്റെ അകത്ത് വരുന്ന സംഗതികളാണ്. നിങ്ങളെല്ലാവരും ഒരു കാര്യം നേരത്തെ പറഞ്ഞ മോൻ ചോദിച്ച അത് തന്നെയാണ്. ഇത് ഒരു എന്റർടൈൻമെന്റ് ഫിലിമാണ്. അതിനകത്ത് വേറെ ലാഗ് ഇല്ല, മറ്റൊരു തരത്തിലുള്ള മുഷിപ്പുകളില്ല. അതിനകത്ത് വരുന്ന എന്റർടൈൻമെന്റ് ആണ്. ടക ടക ടകടേ എന്ന് പറഞ്ഞ് സംഗതികൾ രസകരമായി തന്നെ പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ആർട്ട് വർക്കുകൾ അങ്ങനെ പ്രതീക്ഷിക്കരുത്. തേയിലത്തോട്ടങ്ങൾ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള നാച്ചുറലി ദൈവം നമുക്ക് അറിഞ്ഞു തന്ന സീൻസും ലൊക്കേഷൻസും ആയിരുന്നു. അതെ, യൂണിറ്റ് എടുക്കാൻ പറഞ്ഞു. കോവിഡിൽ ചെയ്ത ഫിലിമാണ്. അതെ, എല്ലാവരും കൂടി പിരിവിട്ട് ചെയ്ത പടമാണ് സത്യം.
എല്ലാവരും ഇതിനകത്ത് പൈസ പല ആൾക്കാരും മുടക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടാണ്, എനിക്കറിയില്ല. അപ്പൊ അവരെല്ലാം ഞങ്ങളെല്ലാം കൂടി ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എനിക്ക് ഒരു ചാൻസ് തന്നില്ല, നന്ദിയുണ്ട് ഇപ്പോഴേ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൈതൊട്ട് പറയണതാണ്. കാരണം നമ്മള് ബിഗ് ബോസിലും അങ്ങനത്തെ ഫെയിമൊന്നും ഇല്ലാത്ത കാലത്ത് എനിക്കൊരു എന്താ പറയാ, ഒരു ലോ ബഡ്ജറ്റ് മൂവി ആണെങ്കിലും അതിനകത്തൊരു കണ്ടിന്യൂസ് റോൾ ചെയ്യാനുള്ള ഒരു ചാൻസ് എന്നാണ് ഫിലിം സാറ്. അത് തീരാത്ത കടപ്പാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും സാറാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. സാർ എന്ത് ചെയ്യും? ഓക്കെ ഓക്കെ. സാറിന്റെ അടുത്ത പടം വരില്ലേ ഇപ്പൊ? സാറിന്റെ അടുത്ത മൂവി ഉണ്ട്. അതിപ്പോ ഇതിനകത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, നല്ല റോളുണ്ട്. പിന്നെ ഫിലിം സാറിന്റെ വേറൊരു മൂവി ഉണ്ട്, അത് ചെറിയൊന്നും കേട്ടോ, വലിയ ഹെവി മൂവിയാണ്. ആളിനി ഒരു പ്രൊഡ്യൂസർ വേണ്ടെന്ന് പറഞ്ഞ. ഞാൻ ചോദിച്ചപ്പോൾ അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്കാണ് വേണ്ടെന്ന് പറഞ്ഞു. കാരണം അത്രയും ആള് ആ ലെവലിൽ വളർന്നു. ആള് യു കെയിലാണ്. അപ്പൊ ആള് യു കെയിൽ പോയി രക്ഷപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഏകദേശം ഒരു 5 വർഷം അതിൽ എടുത്തിട്ട്. അതന്നെ 5 വർഷം മുമ്പ് എടുത്ത പടമാണ്. അവിടെ പോയി ആള് രക്ഷപ്പെട്ടുകൊണ്ട് ആള് ഈ പടം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറക്കണമെന്ന് അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മകൻ എന്നുള്ള നിലയിൽ ക്യാരക്ടർ വെച്ച് പറയുകയാണെങ്കിൽ മോനും കൃത്യമായിട്ട് അതൊക്കെ തന്നെയല്ലേ പറയുന്നത്. ഞാൻ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞില്ല, ഒന്നും കള്ളത്തരം പറഞ്ഞിട്ടില്ല ഞാൻ. കാലൊടിച്ചിരിക്കറിയാലല്ലേ? നമ്മളാ സിനിമ ഫാമിലി സർക്കസിലല്ലേ ഈ സംഭവം നടന്നത്. എന്താ പഠിക്കുന്നത് ചോദിച്ചോ? എന്താ പറഞ്ഞേ? എങ്ങനെ ആണാ വീഴ കാരണം ചോദിച്ചില്ലേ? ഭാരത് വെള്ളടിച്ചിട്ട് എനിക്ക് പോകുന്നു. സത്യം പറയാലേ? സത്യം പറയല. അത് പറയണം നീ കൃത്യമായി. കാരണം ഇവര് ചോദിച്ചു നീ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോയി ഞെട്ടിക്കൊണ്ടു. അല്ല അങ്ങനെയല്ല, ഞങ്ങക്ക് ഒരു ബാറിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് പറഞ്ഞ ഗരുഡ ബാറില, ഗരുഡ തൃശ്ശൂർ ബാറിലായിരുന്നു എന്റെ ഷൂട്ടായിരുന്നു. ബാറിനുള്ളില് ഞങ്ങൾ ഫാമിലി സർക്കസിനോടൊപ്പം പടം. അപ്പൊ ഞങ്ങൾ അവിടെ ചില്ല് ചെയ്ത് അടിച്ചു പൊളിക്കുന്ന സാധനമായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിങ്ങനെ ചായ വെള്ളം കുടിച്ചു, ആള് ഒറിജിനൽ വെള്ളം കുടിച്ചു, അത്രേ ഉള്ളൂ അല്ലേ? ഒറിജിനൽ വെള്ളം കുടിച്ചപ്പോ ഒറിജിനലായിട്ട് അഭിനയിക്കാൻ പറ്റി. അത് പെർഫോമൻസ് വേറെ ലെവലാണ്. എന്തായാലും ക്യാമറാമാൻ റോൾ ചെയ്തോണ്ടേയിരുന്നു, കട്ട് പറഞ്ഞില്ല ഡയറക്ടർ. ഞാൻ മറിഞ്ഞടിച്ച് കാലൊടിഞ്ഞ് വീണിട്ട് വീണ്ടും എണീച്ച് ആടി പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ വീണെടുത്ത് എനിക്ക് പിന്നെ എണീക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ക്യാമറാമാൻ മനസ്സിലായത്. എനിക്കൊരു സന്തോഷമായിട്ട് പറയാന്ന് വെച്ചാൽ ഈ 17-ാം തീയതി എൻ്റെ അടുത്ത മൂവിയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെ 4 ലാംഗ്വേജിൽ പോണ മൂവിയാണ്. അവിടെ നിന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കിൽ നിന്ന് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ മാളിപ്പുറത്തിൽ വില്ലന്നില്ലേ, ആളാണ് സമ്പത്തരാമൻ അതിനകത്തുണ്ട്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ നിലനിൽക്കുന്ന പടമാണ്. സന്തോഷവാർത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞുള്ളൂ. ഇത് സ്വപ്ന സുന്ദരിയാണ്. കാണാൻ പോകുന്ന പ്രേക്ഷകരോട് അവസാനമായിട്ട് എന്താ പറയാനുള്ളത്? ജിൻഡോയ്ക്കും സാറിനും എന്താ പറയാനുള്ളത്? കാണുമ്പോ എന്റെ പ്രേക്ഷകരോട് ഹലോ, കൂടുതൽ എക്സ്പെക്ടേഷൻ വെച്ച് ഈ പടം കാണാൻ പോകരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ലോ ബഡ്ജറ്റ് ചെയ്ത മൂവിയാണ്. അപ്പൊ അതിൻ്റെതായ കുറവുകൾ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. പിന്നെ അത് കൂടാണ്ടെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അഭിനയിക്കാൻ അറിയാൻ പാടാത്ത ആൾക്കാരെ സാർ അഭിനയിപ്പിച്ചെടുത്ത്, ഇത് എല്ലാവരും പുതുമുഖങ്ങളാണ്, അഭിനയിപ്പിച്ചെടുത്ത് സാറിൻ്റെ കഴിവ് തെളിയിച്ചാളാണ്, ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി തന്നാളാണ്. അപ്പം അതിനെ എല്ലാവരും നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് സത്യം പറഞ്ഞാൽ ആ മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. കാരണം അതിൻ്റെ എന്ത് പറ്റും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, അതിനൊന്നും കുഴപ്പമില്ല. കാരണം കുറവുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ സമ്മതിക്കുകയാണ്. പിന്നെ അപ്പം എന്തായാലും മൂവി നിങ്ങൾ കാണാം. പക്ഷെ മൂവി നല്ല മൂവിയാണ്, എന്തായാലും എൻ്റെ ഒരു സ്റ്റോറി നല്ലതാണ്. പിന്നെ നിങ്ങൾ ചിന്തിക്കാം, ഒരു ലോ ബഡ്ജറ്റ് മൂവി ചെയ്യുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി അതിനുള്ളൂ. അപ്പം അത് എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ പോവാം. ഒരു ആർട്ടിസ്റ്റ് എന്ന തലത്തിൽ ഞാൻ ചെയ്ത ആദ്യത്തെ പടമാണ് സ്വപ്ന സുന്ദരി.
ഇത്രയും വലിയൊരു ക്യാരക്ടർ ഇതിനു മുമ്പ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ത്രൂ ഔട്ട് അല്ലെങ്കിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടറായിട്ടുള്ള ആദ്യത്തെ പടം തന്നെയാണ്. അതിന് ഫിലിപ്പ് സാറും ഷാൻസിയും അതിന് എന്നെ ഉപയോഗിച്ചു. അവരോട് നന്ദിയും കടപ്പാടും ഉണ്ട്. ആ നന്ദിയും കടപ്പാടുമാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞങ്ങൾ ചെറിയ ആർട്ടിസ്റ്റുകളാണ്. ഈ സിനിമ ഒരു ചെറിയ സിനിമയാണ്. അതുപോലെ തന്നെ ഈ ഡയറക്ടർ പുതിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമാണ്. അപ്പം കുറച്ച് കുറവുകൾ ഒരു പക്ഷേ പലർക്കും അവിടെ ഇവിടെ കണ്ടു എന്ന് വരാം. പക്ഷെ ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കില്ല, നിങ്ങളെ മുഷിപ്പിക്കില്ല. നല്ല 5 പാട്ടുകൾ. ആ നല്ല 5 പാട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ 5-25 ഏകദേശം 25 മിനിറ്റോളം ആ പാട്ടുകൾ രസകരമായി തന്നെ അത് പോകുന്നുണ്ട്. വിഷ്വൽസ് ആണെങ്കിലും ആ ലെവലിൽ പോയിട്ടുണ്ട്. അപ്പം ഈ കുറവുകളെല്ലാം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ചിലപ്പോൾ ചിലർക്ക് ഒരു കുറവ് അതിൽ കാണാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, മലയാളിയിൽ നമ്മുടെ കുറച്ച് ആൾക്കാർ കുറവുകൾ മാത്രം കണ്ടെത്തുന്നവരാണ്. അതുകൊണ്ട് കുറേ കുറവുകൾ ഉണ്ടാവും. ആ കുറവുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക, തളർത്തരുത്. ഞങ്ങളെപ്പോലെയുള്ളവർ, പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ളവരെ വളർത്തുകയും സപ്പോർട്ട് ചെയ്യുകയും ഉയർത്തുകയും ചെയ്യുകയാണെങ്കിൽ അത് 100 കണക്കിന് വരുന്ന നമ്മുടെ പുറകിലുള്ള ഒരുപാട് വ്യക്തികൾക്കും കുട്ടികൾക്കും സമൂഹത്തിന് ഗുണകരമായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ നൽകുന്നു. അതിലൊരു മാറ്റവും ഉണ്ടാകത്തില്ല. എൻ്റെ വാക്ക് അത് വളരെ ഉറച്ച വാക്ക് തന്നെയാണ്, യാതൊരു സംശയമില്ല. എനിക്ക് ഹലോ പഴയ നടൻ ആളുടെ കൊച്ചുമോനാണ്. ഞങ്ങളുടെ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ഞങ്ങളൊരു 3 ആർട്ടിസ്റ്റുകളിൽ നല്ലൊരു റോൾ ചെയ്യുന്ന ആളാണ്. ഇനി നിങ്ങളോട് ഇപ്പൊ ചോദിച്ചുകൊണ്ട്, നേരത്തെ എൻ്റെ കാല് അഭിനയമാണോ അല്ലേന്ന് ചോദിച്ചുകൊണ്ട് കൂടി മാത്രം ഞാൻ സാറിനോട് പോലും പറയാത്തൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ഇപ്പം നിങ്ങൾ എന്നെ എണീപ്പിച്ച് നിർത്തിയാൽ എനിക്ക് ബാലൻസ് ഇല്ല. എന്നുവെച്ചാൽ വെർട്ടിഗോ എന്ന് പറയുന്ന അറിയായിരിക്കുമല്ലോ, ഇയർ ബാലൻസ് മാറിക്കിടക്കുകയാണ്. കാരണം 2 ആഴ്ച കൊണ്ട് ഫേസ്ബുക്കിൽ ഞാൻ രാത്രി 12 മണിക്കാണ് കിടക്കുന്നത്. കാരണം ബിഗ് ബോസിൻ്റെ സീസൺ 7 കണ്ട് ഇങ്ങനെ വീട്ടിൽ ഫുൾ റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് കാണുകയും അതിൻ്റെ വീഡിയോയും റിവ്യൂവും ഫേസ്ബുക്കിലിട്ട് അതിൻ്റെ കമൻറ്റുകൾക്കെല്ലാം ഞാൻ മറുപടി കൊടുത്ത് അങ്ങനെ ഓവറായി ഞാൻ കണ്ണ് സ്ട്രെയിൻ ചെയ്ത് രാത്രി 12 മണി കഴിഞ്ഞ് കിടക്കുകയും രാവിലെ എണീക്കുകയും ചെയ്തിട്ട് എനിക്ക് തല ആട്ടമുണ്ട്. ഇന്ന് കൂടി 1/2 ഗുളിക വീതമുള്ള പവർഫുൾ ഗുളിക 3 ദിവസത്തേക്ക് 3 നേരവും 10 ദിവസത്തേക്ക് രാവിലെയും രാത്രിയുള്ള 2 ഗുളിയും ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിനി ഒരു 7 ദിവസവും കൂടെ ആ ഗുളികകൾ ഉണ്ടാകും. എന്നുവെച്ചാൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എനിക്ക് എണീച്ച് നിന്നാൽ ബാലൻസ് ഇല്ലാതെ ഞാൻ ആടിപ്പോവും. അത് ഡോക്ടർ സാക്ഷ്യപ്പെടുന്നത്. ആറ്റിങ്ങിൽ ഗോകുലത്തിലെ ഡോക്ടർ പ്രഭു എന്ന് പറയുന്ന സാറാണ് മെനഞ്ഞാന്ന് എനിക്ക് മെഡിസിൻ തന്നിട്ട് അതും കഴിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് വന്നിരിക്കുന്നത്. അപ്പം മറിഞ്ഞ് വീണാലും ശരി സ്വപ്നസുന്ദരി തിയേറ്ററിൽ എത്തിക്കണം. അതിനെക്കുറിച്ച് 2 വാക്ക് പറയണം എന്നുള്ളത് അത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച എൻ്റെ ഇതായിട്ടുള്ള നന്ദിയും കടപ്പാടും എന്നുള്ളത് കൊണ്ടാണ്. ഇത് അഭിനയമല്ല, ഇത് സത്യമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ അങ്ങ് ആടിപ്പോയി. ഇയർ ബാലൻസ് പോകുന്ന അസുഖത്തിൻ്റെ പേരാണ് വെർട്ടിഗോ എന്ന് പറയുന്ന സംഭവം. പലർക്കും ENT പ്രോബ്ലമാണ്.